തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. കൂട്ടലും കിഴിക്കലുമായി എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും വലിയ പോരാട്ടം നടന്ന, കേരളം മാത്രമല്ല രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ചരിത്രത്തിലാദ്യമായി BJP വിജയിക്കുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കോർപ്പറേഷനിൽ പോളിംഗ് അവസാനിച്ച അടുത്ത ദിവസം BJPയുടെ കണക്ക് കൂട്ടൽ ശുഭപ്രതീക്ഷ എന്ന് തന്നെയാണ്. 55ഓളം വാർഡുകളിൽ BJP വിജയിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തവണ BJP വിജയിച്ച 35 വാർഡുകളിൽ പരമാവധി 10 വാർഡുകൾ കയ്യിൽ നിന്ന് പോയാലും, അതായത് പരാജയപ്പെട്ടാലും 25ഓളം വാർഡുകൾ തിരിച്ചു പിടിക്കാനാകുമെന്നാണ്. അല്ലെങ്കിൽ 25ഓളം വാർഡുകൾ, കഴിഞ്ഞ തവണ പരാജയപ്പെട്ട 25ഓളം വാർഡുകൾ ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അങ്ങനെ 50 വാർഡുകൾ. തീപാറുന്ന പോരാട്ടം നടന്ന 12ഓളം വാർഡുകളുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ നേർക്ക് നേർ പോരാട്ടം നടന്ന വാർഡുകൾ. അതിൽ ഒരു 6 വാർഡുകളെങ്കിലും BJP വിജയിക്കുമെന്നാണ് BJP-യുടെയും RSS-ന്റെയും കണക്കുകൂട്ടൽ. അങ്ങനെ ശരിയാണെങ്കിൽ C4 സർവേ അവർ പറഞ്ഞതുപോലെ 65 സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും 55 സീറ്റുകൾ BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് RSS-ന്റെ ആ കൃത്യമായ ഗ്രൗണ്ട് സർവേ യാഥാർത്ഥ്യമാകുന്നത്. RSS-ന്റെ ഗ്രൗണ്ട് സർവേയിൽ RSS കൃത്യമായി പറഞ്ഞു 55+, 55 മുകളിൽ സീറ്റുകൾ കിട്ടും. എങ്ങനെ ആയിരുന്നാലും 51+, 52 സീറ്റുകൾ നേടി ഇത്തവണ തിരുവനന്തപുരത്തിന്റെ മേയർ BJP-യുടെ ഒരു നേതാവായി മാറും. ഇതായിരുന്നു RSS-ന്റെ ഏറ്റവും വലിയ കണക്ക്, RSS-ന്റെ ഗ്രൗണ്ട് സർവേ. അതിന് ഒപ്പം തന്നെ BJP മുന്നോട്ട് വയ്ക്കുന്ന ചില കണക്കുകൾ കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നടന്ന വോട്ടിംഗ് BJP-യുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ജഗതി ഉൾപ്പെടെയുള്ള 5ഓ 6ഓ വാർഡുകളിൽ മാത്രമാണ് 60% താഴെ പോളിംഗ് പോയിട്ടുള്ളത്. ബാക്കി എല്ലാ വാർഡുകളിലും 60% മുകളിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് BJP കണക്കൂട്ടുന്നത്. ജഗതി അടക്കമുള്ള വാർഡുകൾ 60% താഴെ പോയാലും കുഴപ്പമില്ല, കാരണം തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് BJP കൃത്യമായി പറയുന്നു. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രവർത്തനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ഏകോപിപ്പിച്ചു. ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നോക്കാതെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മിക്കവാറും എല്ലാ കോർപ്പറേഷനുകളിലും നേരിട്ട് പ്രചരണത്തിനിറങ്ങി. സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്, അതുപോലെ BJP-യുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ, അതുപോലെ തന്നെ RSS-ന്റെ കൃത്യമായ ഏകോപനം, ഇതെല്ലാം തലസ്ഥാനത്ത് BJP-യുടെ വിജയം ഉറപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്തായാലും ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഇല്ല എന്നുള്ളതാണ് BJP-യുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ BJP ശുഭപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ വിജയിച്ച വാർഡുകളിൽ ബഹുഭൂരിപക്ഷം വിജയിക്കാൻ കഴിയുകയും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട 25ഓളം വാർഡുകൾ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു.